നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പറയുന്നതാണ് 200 ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാന 2 ദിവസം എല്ലാ ക്ലബ്ബുകളും നെട്ടോട്ടത്തിലാണ്. അതായത് ഫ്രീ ഏജൻ്റായിട്ടുള്ള താരങ്ങളെ മാത്രമേ ഈ ഒരു ഓഗസ്റ്റ് 31 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ക്ലബിനും വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കത്തുള്ളൂ. അല്ലാത്തുള്ള താരങ്ങളെ വാങ്ങിക്കാനും വിൽക്കാനും ഉള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എല്ലാ ക്ലബ്ബുകളും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലബ്ബുകളും താരങ്ങളെ വിൽക്കാനും വാങ്ങാനും എല്ലാം ഇപ്പോൾ രംഗത്തുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം നോക്കിയാൽ ഇവിടുന്ന് കുറച്ച് പേരെ ലോൺ ഔട്ട് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ചില വീക്ക് പോസ്റ്റിലേക്ക് കുറച്ച് താരങ്ങളെ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കേണ്ട ആവശ്യമുണ്ട്. സോ അത് ഈ 2 ദിവസത്തിന് ചെയ്ത് തീർക്കണം. പിന്നെ ഹൈദരാബാദ് FC-ക്ക് അങ്ങനെ എന്തെങ്കിലും മൂവ്സ് നടത്താനുണ്ടെങ്കിൽ അവർക്കും അത് ചെയ്യണം. സോ എന്തായാലും ഭയങ്കര ഒരു ടെൻഷനാണ് ഈ ഒരു സാഹചര്യത്തിൽ നടക്കുന്നത്. ഇതിന് കോൺട്രാക്റ്റഡായിട്ടുള്ള താരങ്ങളൊന്നും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ചെയ്യാൻ സാധിക്കില്ല. അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. അല്ലാത്ത താരങ്ങളെ മാത്രമേ നമുക്ക് സൈൻ ചെയ്യാൻ സാധിക്കുള്ളൂ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ അടച്ചു കഴിഞ്ഞാൽ. എന്തായാലും എല്ലാവരും നെട്ടോട്ടത്തിലാണ്. സോ എന്തെങ്കിലുമൊക്കെ ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ വമ്പൻ വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഈ ഒരു സമയം, അതായത് അവസാനത്തെ ആ ഒരു 2 ദിവസം ഒരാഴ്ച എന്ന് പറയുന്നത് അതൊരു പീക്ക് പീരീഡാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ. അവിടെയാണ് എല്ലാവരും ഒരു നെട്ടോടെ നടത്തുന്നത്. കാരണം തുടക്കത്തിലെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേസിനൊക്കെ ഭയങ്കരമായിട്ട് വില കൂടുതലായിരിക്കും. അവസാനത്തേക്ക് വരുമ്പോൾ ആരും എടുക്കാനില്ല എന്നൊക്കെ അറിയുമ്പോഴത്തേനും അവർ ആ ഒരു വിലയൊക്കെ ഇങ്ങനെ കുറയ്ക്കും. സോ അതുകൊണ്ടൊക്കെ തന്നെ ഉറപ്പായിട്ടും സൈനിങ് നമുക്ക് ഏതാണ്ടൊക്കെ ഉറപ്പിക്കാം. ഈ ഒരു 2-3 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സൈനിങ് കേൾക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.